സുഹൃത്തുക്കളെ, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വാർത്ത ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇതിനെ ഒരു സാധാരണ സംഭവമായി മാത്രം തള്ളിക്കളയരുത്. ഇത് പ്രപഞ്ചം നിങ്ങൾക്കു വേണ്ടി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ദൈവിക കൂടിക്കാഴ്ചയാണെന്ന് നിങ്ങൾ ആദ്യം പൂർണ്ണമായി വിശ്വസിക്കണം. എങ്ങനെ ഒരു കത്ത് ശരിയായ വിലാസത്തിൽ ശരിയായ സമയത്ത് എത്തിച്ചേരുന്നുവോ അതുപോലെ ഈ വാർത്ത ഇപ്പോൾ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥം. നിങ്ങൾ ഇത് തേടി വന്നതല്ല, ഈ വാർത്തയാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിൽ യാദൃശ്ചികം എന്ന് ഒന്നുമില്ല. ഒരു ഇല ഭാവിയിൽ വീഴുന്ന ഇല പോലും ഒരു കാരണത്തോടെയാണ് വീഴുന്നത്. അങ്ങനെയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിവുള്ള ഈ വാക്കുകൾ ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ ഉദ്ദേശ്യമുണ്ട്. ഇതുവരെ നിങ്ങൾ ഒരു ഇരുണ്ട സ്ഥലത്ത് വഴി അറിയാതെ കൈകൾ തിരുമ്മി വിഷമിച്ചിട്ടുണ്ടാകാം. എനിക്ക് മാത്രം എന്താണ് വെളിച്ചം വരാത്തത്, ഞാൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് കരഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ആ ഇരുട്ടിനെ കീറിമുറിച്ച് ഒരു വലിയ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നു. ആ വെളിച്ചം മറ്റെങ്ങും പോകുന്നില്ല, നേരെ നിങ്ങളെ തേടിയാണ് വരുന്നത്. ഈ പ്രപഞ്ചം നിങ്ങളോട് ഒരു രഹസ്യം പറയാൻ തുടിക്കുകയാണ്. അത് എന്തെന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിച്ചു, ഇനി നേട്ടങ്ങളുടെ കാലം ആരംഭിക്കുന്നു എന്നതാണ്. ഇതുവരെ നിങ്ങൾ ചിന്തിയ ഓരോ തുള്ളി കണ്ണീരിനും നിങ്ങൾ സഹിച്ച് അപമാനങ്ങൾക്കും തിരസ്കരണങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ കരച്ചിൽ പ്രപഞ്ചത്തിന്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞു. അതിനുള്ള മറുപടിയാണ് ഈ സന്ദേശം. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ മാത്രം പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പലപ്പോഴും ഞാൻ നശിച്ചു പോയി, എന്നെ എല്ലാവരും ചവിട്ടിമെതിക്കുന്നു, ഞാൻ ഇരുട്ടിലാണ് എന്ന് നിങ്ങൾ വേദനിച്ചേക്കാം. എന്നാൽ ഒരു കർഷകൻ വിത്ത് മണ്ണിനടിയിൽ ഇടുമ്പോൾ ആ വിത്ത് ചിന്തിക്കുമത്രേ, അയ്യോ, എന്നെ ഇരുട്ടിൽ കുഴിച്ചിട്ടല്ലോ എന്ന്. എന്നാൽ കർഷകന് അറിയാം അത് കുഴിച്ചിടപ്പെട്ടതല്ല, വിതയ്ക്കപ്പെട്ടതാണ് എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങളും ഇപ്പോൾ ഇരുട്ടിലാണെന്ന് തോന്നുന്നുവെങ്കിൽ വിഷമിക്കേണ്ട. ദൈവം നിങ്ങളെ കുഴിച്ചിട്ടിട്ടില്ല, നിങ്ങളെ വിതച്ചിരിക്കുകയാണ്. നിങ്ങൾ വേർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മണ്ണ് പിളർന്ന് ഒരു വൃക്ഷമായി പുറത്തുവരാൻ പോകുന്നു. ആ ഇരുട്ടാണ് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഗർഭപാത്രം. എങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിലെ ഇരുട്ട് ഒരു ശിശു രൂപപ്പെടുന്നതിന് അത്യാവശ്യമാണോ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇരുണ്ട കാലഘട്ടം നിങ്ങളുടെ ആത്മാവ് പാകപ്പെടുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു പെൻസിലിന്റെ കഥ പറയാം. ഒരു പെൻസിൽ നിർമ്മാതാവ് ആ പെൻസിലിനെ പെട്ടിയിൽ വെക്കുന്നതിന് മുൻപ് അതിനോട് 5 കാര്യങ്ങൾ പറഞ്ഞ്, ഈ 5 കാര്യങ്ങൾ നീ ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും മികച്ച പെൻസിലായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നാമതായി, നീ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അതിന് നീ മറ്റൊരാളുടെ കയ്യിൽ ആയിരിക്കണം, അതായത് ദൈവത്തിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കണം. രണ്ടാമതായി, നിന്നെ ഇടയ്ക്കിടെ കൂർപ്പിക്കും, അത് നിനക്ക് വളരെയധികം വേദന നൽകും, പക്ഷേ നീ മൂർച്ചയോടെ എഴുതുന്നതിന് ആ വേദന അത്യാവശ്യമാണ്. മൂന്നാമതായി, നീ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ നിനക്ക് ഒരു റബ്ബർ നൽകിയിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്, അത് തിരുത്തുന്നത് ഉയർച്ചയാണ്. നാലാമതായി, നിന്റെ യഥാർത്ഥ മൂല്യം നിന്റെ ബാഹ്യരൂപത്തിലല്ല, നിനക്കുള്ളിലെ ആ മധ്യഭാഗത്ത്, അതായത് ഗ്രാഫൈറ്റിലാണ് ഉള്ളത്. അഞ്ചാമതായി, നീ എവിടെ ഉപയോഗിക്കപ്പെട്ടാലും അവിടെ നിന്റെ അടയാളം ആഴത്തിൽ പതിപ്പിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളും ആ പെൻസിലിനെ പോലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം നിങ്ങളെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയല്ലാതെ നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്ന് മറക്കരുത്. ഇത് എപ്പോഴും ഓർക്കുക. ജീവിതം നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഒരു അമ്പ് വില്ലിൽ ഘടിപ്പിച്ച് എത്രത്തോളം പിന്നോട്ട് വലിക്കുന്നുവോ അത്രയും വേഗത്തിലും ദൂരത്തിലും അത് മുന്നോട്ട് പായും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന തിരിച്ചടികൾ, അപമാനങ്ങൾ, കഷ്ടപ്പാടുകൾ എല്ലാം ആ അമ്പിനെ പിന്നോട്ട് വലിക്കുന്ന പ്രക്രിയയാണ്. പ്രപഞ്ചം നിങ്ങളെ ഒരു വലിയ ഉയരത്തിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിനാൽ പിരിമുറുക്കം കൂടുതലാണെന്ന് പറഞ്ഞ് തളർന്നു പോകാതെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വേഗത ഈ ലോകത്തെ ഉടൻ തന്നെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കും. ഇത് വിശദീകരിക്കാൻ ഒരു സംഭവം പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ചിത്രശലഭത്തിന്റെ പ്യൂപ്പയെ കണ്ടെത്തി. അതിൽ ഒരു ചെറിയ വിള്ളൽ
ഉണ്ടായിരുന്നത് അവൻ ശ്രദ്ധിച്ചു. ആ ചിത്രശലഭം പുറത്തുവരാൻ പാടുപെടുന്നത് അവൻ മണിക്കൂറുകളോളം നോക്കി നിന്നു. അത് എത്ര ശ്രമിച്ചിട്ടും ആ ചെറിയ ദ്വാരത്തിലൂടെ അതിന്റെ വലിയ ശരീരം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ അത് ക്ഷീണിച്ച് അനങ്ങാതെ നിന്നു. അത് കണ്ട മനുഷ്യന് ദയ തോന്നി. പാവം ഇത് വളരെ കഷ്ടപ്പെടുന്നു, ഞാൻ സഹായിക്കാം എന്ന് കരുതി ഒരു കത്രികയെടുത്ത് ആ കൂട്ടിന്റെ വാതിൽ പതുക്കെ വെട്ടി വലുതാക്കി. ഉടൻ ആ ചിത്രശലഭം എളുപ്പത്തിൽ പുറത്തുവന്നു. എന്നാൽ അതിന്റെ ശരീരം വീർത്തിരുന്നു. അതിന്റെ ചിറകുകൾ ചുരുങ്ങി ചെറുതായിരുന്നു. ആ മനുഷ്യൻ വിചാരിച്ചു, കുറച്ചു നേരത്തിനുള്ളിൽ ചിറകുകൾ വിരിഞ്ഞ് അത് പറന്നുപോകുമെന്ന്. എന്നാൽ അത് നടന്നില്ല. ആ ചിത്രശലഭം ജീവിതകാലം മുഴുവൻ ആ വീർത്ത ശരീരത്തോടും ചുരുങ്ങിയ ചിറകുകളോടും കൂടി നിലത്ത് ഇഴഞ്ഞുപോയി മരിച്ചു. അതുകൊണ്ട് ഒരു തവണ പോലും പറക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ ആ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തുവരാൻ അത് അനുഭവിച്ച് കഷ്ടപ്പാടാണ്. അതിന്റെ ശരീരത്തിലെ അനാവശ്യ ദ്രാവകത്തെ ചിറകുകളിലേക്ക് അയച്ച് അതിനെ വികസിപ്പിച്ച് പറക്കാൻ സഹായിക്കുന്ന പ്രകൃതിയുടെ ഏർപ്പാട് ആ പോരാട്ടം ഒഴിവാക്കിയതുകൊണ്ട് അതിന്റെ പറക്കാനുള്ള ശക്തി അത് നഷ്ടപ്പെടുത്തി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നേരിടുന്ന പോരാട്ടങ്ങളും തടസ്സങ്ങളും എല്ലാം നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളെ ആ ചിത്രശലഭത്തെ പോലെ പറക്കാൻ സഹായിക്കാനാണ്. നിങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പാടുകളാണ് നാളെ നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചിറകുകൾ. അതുകൊണ്ട് ക്ഷീണിക്കരുത്. വേദനയില്ലാതെ വളർച്ചയില്ല. എളുപ്പവഴിയിൽ വിജയം ലഭിച്ചാൽ അത് നിലനിൽക്കില്ല. പോരാട്ടത്തിലൂടെ ലഭിക്കുന്ന വിജയമാണ് ചരിത്രത്തിൽ ഇടം നേടുന്നത്. പലപ്പോഴും നമ്മളില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നു. എന്നാൽ നമ്മളിലുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഒരു കാലത്ത് ആഫ്രിക്കയിൽ ഒരു കർഷകനുണ്ടായിരുന്നു. വജ്രങ്ങൾ വിറ്റ് വലിയ പണക്കാരനാകണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ഭൂമി മുഴുവൻ വിറ്റ് വജ്രം തേടി ലോകം മുഴുവൻ അലഞ്ഞു. വർഷങ്ങളോളം അലഞ്ഞിട്ടും അയാൾക്ക് ഒരു ചെറിയ വജ്രം പോലും ലഭിച്ചില്ല. ഒടുവിൽ നിരാശയിൽ അയാൾ ആത്മഹത്യ ചെയ്തു. എന്നാൽ അയാൾ വിറ്റ ആ ഭൂമി വാങ്ങിയ പുതിയയാൾ ഒരു ദിവസം ആ ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന അരുവിക്ക് സമീപം നടന്നുപോകുമ്പോൾ സൂര്യപ്രകാശത്തിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു. അത് എടുത്തു നോക്കിയപ്പോൾ അതൊരു വലിയ വജ്രമായിരുന്നു. ആ ഭൂമി മുഴുവൻ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ കൂട്ടം കൂട്ടമായി വജ്രങ്ങൾ കിടന്നിരുന്നു. ലോകം മുഴുവൻ വജ്രം തേടി അലഞ്ഞ ആ പഴയ ഉടമസ്ഥൻ താൻ നിന്നിരുന്ന മണ്ണിൽ തന്നെ വജ്രങ്ങളുണ്ടായിരുന്നെന്ന് അറിയാതെ മരിച്ചുപോയി. ഇതുപോലെയാണ് കസ്തൂരിമാനും. കസ്തൂരിമാൻ തന്റെ ജീവിതകാലം മുഴുവൻ കാടും മേടും ഒരു സുഗന്ധം തേടി ഓടിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് അന്വേഷിച്ച് ഒടുവിൽ ക്ഷീണിച്ചു മരിക്കും. എന്നാൽ സത്യം എന്തെന്നാൽ ആ സുഗന്ധം അതിന്റെ സ്വന്തം പൊക്കിളിൽ നിന്നാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് പറയുന്നു? നിങ്ങളും ആ പഴയ ഭൂവുടമയെയും കസ്തൂരിമാനിനെയും പോലെ സമാധാനവും സമ്പത്തും സ്നേഹവും പുറം ലോകത്ത് മനുഷ്യരിലും വസ്തുക്കളിലും എവിടെയെല്ലാമോ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രപഞ്ചം പറയുന്നു, നിങ്ങൾ തേടുന്ന നിധി അധികം ദൂരെയല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ കാൽക്കീഴിൽ തന്നെയുണ്ട്. സന്തോഷം ഒരു സ്ഥലമല്ല, അതൊരു മനസ്സാണ്. ഇതുവരെ നിങ്ങൾ നേരിട്ട തടസ്സങ്ങളെല്ലാം ആ വജ്രത്തെ മൂടിയിരുന്ന മണ്ണ് പോലെയാണ്. ഇപ്പോൾ ആ മണ്ണ് മാറാനുള്ള സമയം വന്നിരിക്കുന്നു. ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നിങ്ങൾ ക്ഷീണിച്ചേക്കാം. അവൻ എന്റെ പിന്നാലെയാണ് വന്നത്, എന്നാൽ ഇപ്പോൾ അവൻ വലുതായി. ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് വിഷമിച്ചേക്കാം. അവർക്കായി ഒരു കഥ. ഒരു ആനയും ഒരു നായയും സുഹൃത്തുക്കളായിരുന്നു. രണ്ടും ഒരേ സമയം ഗർഭിണികളായി. 3 മാസത്തിനുള്ളിൽ നായ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ആ നായ വീണ്ടും ഗർഭിണിയായി വീണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അങ്ങനെ 18 മാസത്തിനുള്ളിൽ ആ നായ പലതവണ പ്രസവിച്ചു. എന്നാൽ ആന ഇപ്പോഴും ഗർഭിണിയായി തന്നെ ഇരുന്നു. ഒരു ദിവസം നായ ആനയോട് ചോദിച്ച് കളിയാക്കി, നീ ശരിക്കും ഗർഭിണിയാണോ? ഞാൻ പലതവണ പ്രസവിച്ച് എന്റെ കുഞ്ഞുങ്ങൾ വളർന്ന് അവരും പ്രസവിച്ചു. നീ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എന്ന്. അതിന് ആ ആന ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, സുഹൃത്തെ, ഞാൻ ചുമക്കുന്നത് നായ്ക്കുട്ടിയല്ല, ആനയാണ്. എന്റെ കുഞ്ഞ് നിലത്ത് വീണാൽ ഭൂമി കുലുങ്ങും. അത് റോഡ് കടക്കുമ്പോൾ മനുഷ്യർ വണ്ടി നിർത്തിയിട്ട് കൗതുകത്തോടെ നോക്കും. എന്റെ സൃഷ്ടി മഹത്തരമാണ്, അതുകൊണ്ട് അതിന് സമയമെടുക്കുമെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളും ആ ആനയെപ്പോലെയാണ്. നിങ്ങളുടെ വിജയം വൈകിയേക്കാം, പക്ഷേ അത് വരുമ്പോൾ ഈ ലോകം മുഴുവൻ ഞെട്ടിപ്പോകും. ചെറിയ ചെറിയ വിജയങ്ങൾ കണ്ട് കൊതിക്കരുത്. നിങ്ങൾക്കായി ഒരു വലിയ സാമ്രാജ്യം കാത്തിരിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഒരു മകൾ തന്റെ അച്ഛനോട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പറഞ്ഞു കരഞ്ഞു. അച്ഛൻ അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി 3 പാത്രങ്ങളിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചു. വെള്ളം തിളച്ചപ്പോൾ ഒന്നിൽ
ഉരുളക്കിഴങ്ങും രണ്ടാമത്തേതിൽ, മുട്ടയും മൂന്നാമത്തേതിൽ കാപ്പിപ്പൊടിയും ഇട്ടു. കുറച്ചുനേരം കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ നീ എന്തു കാണുന്നു? അവൾ പറഞ്ഞു, ഉരുളക്കിഴങ്ങ് വെന്തു, മുട്ട കട്ടിയായി, കാപ്പി തയ്യാറായി. അച്ഛൻ വിശദീകരിച്ചു, മോളെ ശ്രദ്ധിക്കൂ, ഈ മൂന്നും നേരിട്ടത് ഒരേ പ്രശ്നത്തെയാണ്. അതാണ് തിളച്ച വെള്ളം. ഉരുളക്കിഴങ്ങ് ഉള്ളിൽ പോകുമ്പോൾ കട്ടിയായിരുന്നു, എന്നാൽ ചൂടുവെള്ളം കണ്ടപ്പോൾ മൃദുവായി പൊട്ടിപ്പോയി. മുട്ട ഉള്ളിൽ പോകുമ്പോൾ മൃദുവായിരുന്നു, എന്നാൽ ചൂടുവെള്ളം കണ്ടപ്പോൾ ഉള്ളിൽ കട്ടിയായി മാറി. എന്നാൽ കാപ്പിപ്പൊടി പ്രത്യേകതയുള്ളതാണ്. ഇത് ചൂടുവെള്ളം കണ്ടപ്പോൾ സ്വയം മാറിയില്ല, മറിച്ച് ആ വെള്ളത്തെ കാപ്പിയാക്കി മാറ്റി. ആ സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി, സുഗന്ധം നൽകി. നീ എങ്ങനെയായിരിക്കും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ? ഉരുളക്കിഴങ്ങ് പോലെ ഉടഞ്ഞു പോകുകയാണോ? മുട്ട പോലെയായിരിക്കുകയാണോ? അതോ കാപ്പി പോലെ പ്രശ്നങ്ങളെ തന്നെ അവസരങ്ങളാക്കി മാറ്റി സുഗന്ധം പരത്തുകയാണോ? തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞകാല കേപ്പുകളും ദേഷ്യങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നു. അതിനെക്കുറിച്ച് ഒരു പ്രൊഫസർ ക്ലാസ് മുറിയിൽ ഒരു വെള്ളം ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇതിന്റെ ഭാരം എത്രയായിരിക്കും എന്ന്. വിദ്യാർത്ഥികൾ പറഞ്ഞു, 100 G 200 G ഉണ്ടാകുമെന്ന്. പ്രൊഫസർ പറഞ്ഞു, ഇതിന്റെ ഭാരം പ്രധാനമല്ല, ഇത് ഞാൻ എത്ര നേരം കയ്യിൽ വെച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഇത് 1 മിനിറ്റ് വെച്ചിരുന്നാൽ ഒന്നും തോന്നില്ല, 1 മണിക്കൂർ വെച്ചിരുന്നാൽ എന്റെ കൈ വേദനിക്കാൻ തുടങ്ങും, 1 ദിവസം മുഴുവൻ ഇങ്ങനെ വെച്ചിരുന്നാൽ എന്റെ കൈ തരിച്ച് പ്രവർത്തനരഹിതമാകും. ഗ്ലാസിന്റെ ഭാരം മാറിയിട്ടില്ല, പക്ഷേ ഞാൻ അത് ചുമക്കുന്ന സമയം കൂടുമ്പോൾ അതിന്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിഷമങ്ങളും ദേഷ്യങ്ങളും ഈ വെള്ളം ഗ്ലാസ് പോലെയാണ്. കുറച്ചു നേരം ഓർത്താൽ കുഴപ്പമില്ല, ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ പ്രവർത്തനരഹിതമാക്കും. അതുകൊണ്ട് കഴിഞ്ഞകാല ഭാരങ്ങൾ താഴെ വെക്കുക, ക്ഷമിക്കുക, മറക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുതിയ ജീവിതത്തിലേക്ക് നടക്കാൻ കഴിയൂ. ജീവിതത്തിൽ എല്ലാ വശത്തും പ്രശ്നങ്ങളുണ്ടെന്ന് ഭയപ്പെടുന്നവർക്ക് ഈ സംഭവം ഒരു ആശ്വാസമാണ്. ഒരു കാട്ടിൽ ഒരു ഗർഭിണിയായ മാൻ പ്രസവവേദനയിൽ പുളയുകയായിരുന്നു. സുരക്ഷിതമായ ഒരിടം തേടി ആട്ടരികിലേക്ക് വന്നു. പക്ഷേ സമയം ശരിയായിരുന്നില്ല. ആകാശത്തുനിന്ന് മിന്നൽപ്പിന താഴെ പതിച്ച് കാടിന് തീ പിടിച്ചു. മാൻ ഭയന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വേടൻ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നു. ശരി, പുഴ കടക്കാമെന്ന് കരുതിയപ്പോൾ അവിടെ ഒരു വിശന്ന സിംഹം കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു വശത്ത് കാട്ടുതീ, മറുവശത്ത് വേടൻ, മറ്റൊരിടത്ത് സിംഹം. ഇതിനിടയിൽ പ്രസവവേദന. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ മാൻ എന്തു ചെയ്തിരിക്കും? എന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ് തളർന്നു വീണോ? ഇല്ല, അത് തന്റെ മുഴുവൻ ശ്രദ്ധയും കുഞ്ഞിനെ പ്രസവിക്കുന്നതിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. എന്തു സംഭവിക്കണമോ അത് സംഭവിക്കട്ടെ, എന്റെ കടം ഈ ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണെന്ന് ഉറച്ചുനിന്നു. അതിനാണ് ശരണാഗതി എന്ന് പറയുന്നത്. ആ നിമിഷത്തിൽ പ്രപഞ്ചം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. വീണ്ടും ഒരു മിന്നൽ വെട്ടി. അത് വേടന്റെ കണ്ണുകളെ അന്ധമാക്കി. അവൻ എയ്ത അമ്പ് തെറ്റി സിംഹത്തിന്റെ ദേഹത്ത് തറച്ചു. അതേസമയം മേഘം തുറന്ന് പെയ്ത പെരുമൾ കാട്ടുതീ അണച്ചു. മാൻ സുരക്ഷിതമായി ഒരു മനോഹരമായ കുഞ്ഞിന് ജന്മം നൽകി. നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ 4 ഭാഗത്തും പ്രശ്നങ്ങൾ ചുറ്റിപ്പറ്റിയിരിക്കാം. കടബാധ്യത, രോഗം, അപമാനം, കുടുംബവഴക്ക് എന്നിങ്ങനെ എല്ലാം നിങ്ങളെ ഞെരുക്കിയേക്കാം. എന്നാൽ ആ മാനിനെ പോലെ നിങ്ങളും പ്രതീക്ഷ മാത്രം കൈവിടാതെ നിങ്ങളുടെ കടമ ചെയ്യുക. ബാക്കിയുള്ളത് ഈ പ്രപഞ്ചം നോക്കിക്കൊള്ളും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ വരും. ചില സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നത് ചീത്തയാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അത് തന്നെ ഏറ്റവും വലിയ നന്മയായി മാറും. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മനോഹരമായ കുതിര ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കുതിര ഓടിപ്പോയി. ഗ്രാമവാസികൾ എല്ലാവരും വന്ന്, അയ്യോ പാവം, നിങ്ങൾക്ക് എത്ര വലിയ നഷ്ടം എന്ന് പറഞ്ഞു. അതിന് ആ കർഷകൻ, ആർക്കറിയാം, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുതിര കാട്ടിൽ നിന്ന് 10 കാട്ടുകുതിരകളെയും കൂട്ടിവന്നു. ഗ്രാമവാസികൾ, ആഹാ, നിങ്ങൾക്ക് എന്ത് ഭാഗ്യം എന്ന് പറഞ്ഞു. കർഷകൻ വീണ്ടും, ആർക്കറിയാം, നോക്കാം എന്ന് പറഞ്ഞു. ആ കാട്ടുകുതിരകളെ പരിശീലിപ്പിക്കുമ്പോൾ കർഷകന്റെ മകൻ താഴെ വീണ് കാൽ ഒടിഞ്ഞു. ഗ്രാമവാസികൾ, അയ്യോ പാവം, ഇത് വലിയ ദുരന്തം എന്ന് പറഞ്ഞു. കർഷകൻ അപ്പോഴും, ആർക്കറിയാം, നോക്കാം എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച രാജ്യത്തെ യുദ്ധം വന്നു. സൈനികർ വന്ന് നാട്ടിലുള്ള യുവാക്കളെ എല്ലാവരെയും യുദ്ധത്തിന് കൊണ്ടുപോയി. എന്നാൽ കർഷകന്റെ മകൻ കാൽ ഒടിഞ്ഞിരുന്നതുകൊണ്ട് അവനെ വിട്ടു. യുദ്ധത്തിന് പോയപ്പോൾ യുവാക്കളും മരിച്ചുപോയി. എന്നാൽ ഇവൻ ജീവിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന്
നിങ്ങൾക്ക് നടക്കുന്ന ഒരു മോശം സംഭവം നാളെ നിങ്ങളെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആയിരിക്കാം. പ്രപഞ്ചത്തിന്റെ പദ്ധതി പൂർണ്ണമായി കാണാതെ ഒന്നിനെയും തിടുക്കത്തിൽ തീരുമാനം എടുക്കരുത്. നടക്കുന്നതെല്ലാം നന്മയ്ക്ക് എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സങ്കൽപ്പിച്ച് നോക്കുക. നിങ്ങൾ ഒരു വലിയ മലയുടെ ഉച്ചിയിൽ നിൽക്കുന്നു. തണുത്ത് കാറ്റ് നിങ്ങളുടെ മുഖത്ത് വീശുന്നു. നിങ്ങളുടെ തോളിൽ ഒരു വളരെ ഭാരമുള്ള ബാഗ് ഉണ്ട്. ആ ബാഗിൽ നിങ്ങളുടെ വിഷമങ്ങൾ, കടം, ഭയം, രോഗം, കഴിഞ്ഞ കാലത്തെ കയ്പുകൾ, വഞ്ചനകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ബാഗ് അതുപോലെ അഴിച്ച് മലയിൽ നിന്ന് താഴെ എറിയുന്നു. അത് താഴ്വരയിൽ വീൺ മറഞ്ഞു പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഭാരം കുറഞ്ഞതായി നിങ്ങൾ ചിറകില്ലാത്ത പക്ഷി പോലെ തോന്നുന്നു. ആകാശത്തിൽ നിന്ന് ഒരു തങ്ക നിറമുള്ള പ്രകാശം നിങ്ങളുടെ മേൽ പതിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും നിറയ്ക്കുന്നു. ഒരു പുതിയ ശക്തി, ഒരു പുതിയ പ്രതീക്ഷ നിങ്ങൾക്ക് ഉള്ളിൽ നിറയുന്നത് അനുഭവിക്കുക. പ്രപഞ്ചം നിങ്ങളെ ആശ്ലേഷിക്കുന്നു. ഞാൻ ഇവിടെയുണ്ടെന്ന് അത് നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. ഇത് വെറുമൊരു ഭാവനയല്ല. ആത്മീയമായി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആഴത്തിലുള്ള സത്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു ആനയെ സർക്കസിൽ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് എന്നറിയാമോ? അത് കുട്ടിയായിരിക്കുമ്പോൾ അതിന്റെ കാലിൽ ഒരു ചെറിയ കയർ കെട്ടിയിടും. ആ കുട്ടി ആന ആ കയർ പൊട്ടിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന് കഴിയില്ല. പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ആ ആന, എന്റെ ശക്തി ഇത്രമാത്രമാണ്, ഈ കയർ എനിക്ക് പൊട്ടിക്കാൻ കഴിയില്ലെന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും. അത് വളർന്ന് വലിയ ശക്തിയുള്ള ആനയായി മാറിയ ശേഷവും അതേ ചെറിയ കയറുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് അത് പൊട്ടിച്ചെറിയാം. പക്ഷേ അത് ശ്രമിക്കില്ല. കാരണം എനിക്ക് കഴിയില്ല എന്ന കള്ളം അതിന്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുപോയി. ഇതുപോലെ ഒരു സിംഹക്കുട്ടി ജനിച്ചയുടൻ അമ്മയെ നഷ്ടപ്പെട്ട് ഒരു ആട്ടിൻകൂട്ടത്തിൽ വളർന്നു. അത് ആടുകളെപ്പോലെ കരഞ്ഞു, പുല്ലു തിന്നു, തന്നെ ഒരു ആടാണെന്ന് വിശ്വസിച്ചു. ഒരു ദിവസം ഒരു വലിയ സിംഹം ആ ഭാഗത്തേക്ക് വന്നു. ആടുകളോടൊപ്പം ഈ സിംഹവും പേടിച്ച് ഓടുന്നത് കണ്ട് ആ വലിയ സിംഹം ഞെട്ടിപ്പോയി. അത് ആ യുവ സിംഹത്തെ പിടിച്ച് ഒരു കുളത്തിനടുത്ത് കൊണ്ടുപോയി വെള്ളത്തിൽ നിന്റെ മുഖം നോക്കൂ, നീ ആടല്ല, നീ ഒരു സിംഹമാണെന്ന് ഗർജിച്ചു. തന്റെ യഥാർത്ഥ രൂപം കണ്ട ആ യുവസിംഹം ആദ്യമായി ആകാശം മുഴങ്ങുമാർ ഗർജിച്ചു. നിങ്ങളും ആ ആനയെപ്പോലെയും ആടുകൾക്കിടയിൽ വളർന്ന സിംഹത്തെപ്പോലെയും തന്നെയാണ്. എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ദരിദ്രനാണ്, എനിക്ക് കഴിവില്ല എന്ന ചെറിയ കയറുകളാൽ നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സിംഹമാണ്. നിങ്ങൾക്കുള്ളിലെ അപാരമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. പ്രപഞ്ചം ഇന്ന് ആ കയർ പൊട്ടിച്ചെറിയാൻ പറയുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഗർജിച്ചാൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു മുത്തച്ഛൻ തന്റെ പേരക്കുട്ടിയോട് പറഞ്ഞു, എനിക്കുള്ളിൽ 2 ചെന്നായ്ക്കൾ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് ദുഷ്ടനായ ചെന്നായ, അത് കോപം, അസൂയ, അപകർഷതാബോധം, ഭയം എന്നിവയെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് നല്ല ചെന്നായ, അത് സ്നേഹം, വിശ്വാസം, സമാധാനം, ധൈര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ 2 ചെന്നായ്ക്കളും നിനക്കുള്ളിലും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പേരക്കുട്ടി അത്ഭുതത്തോടെ ചോദിച്ചു, മുത്തച്ഛ, അപ്പോൾ ഏത് ചെന്നായാണ് ജയിക്കുക എന്ന് മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഏത് ചെന്നായ്ക്കാണ് കൂടുതൽ ഭക്ഷണം നൽകുന്നത്, അതാണ് ജയിക്കുക എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളും എന്തിനാണ് ഭക്ഷണം നൽകുന്നത്? നിങ്ങളുടെ ഭയത്തിനാണോ അതോ വിശ്വാസത്തിനാണോ? നെഗറ്റീവ് ചിന്തകൾക്ക് ഭക്ഷണം നൽകുന്നത് നിർത്തുക. നല്ല ചിന്തകൾ വളർത്തുക. അപ്പോൾ വിജയം ഉറപ്പാണ്. ജപ്പാനിൽ ഒരു അത്ഭുതകരമായ കലയുണ്ട്. ഒരു മൺപാത്രം പൊട്ടിപ്പോയാൽ അവർ അത് ചവട്ടുകുട്ടയിൽ ഇടില്ല. ആ പൊട്ടിയെ വിള്ളലുകൾ സ്വർണം കൊണ്ട് ഒട്ടിച്ച് ചേർക്കും. ഇപ്പോൾ ആ പാത്രം മുൻപത്തേക്കാൾ വളരെ മനോഹരവും വില കൂടിയതുമായി മാറും. ഇതിനാണ് കിൻസുഗി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും തകർന്നുപോയിരിക്കാം. ഹൃദയം തകർന്നിരിക്കാം, വിശ്വാസം തകർന്നിരിക്കാം. എന്നാൽ പ്രപഞ്ചം നിങ്ങളെ ചവട്ടുകുട്ടയിൽ ഇടില്ല. നിങ്ങളുടെ മുറിവുകൾ തന്റെ അനുഗ്രഹത്താൽ സ്വർണം കൊണ്ട് നിറച്ച് നിങ്ങളെ മുൻപത്തേക്കാൾ വിലപ്പെട്ടവരാക്കി മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ പാടുകളാണ് നിങ്ങളുടെ വിജയത്തിന്റെ ചിഹ്നങ്ങൾ. അവ നിങ്ങൾ കടന്നുവന്ന് പാതയെ ഓർമ്മിപ്പിക്കുന്ന നിധികളാണ്. നഷ്ടപ്പെട്ട് വിഷമിക്കുന്നവരെ ഇത് കേൾക്കുക. ചൈനയിൽ ഒരുതരം മുളമരമുണ്ട്. അത് നട്ടുപിടിപ്പിച്ച് വെള്ളം ഒഴിച്ചു വളം ചേർത്താൽ ആദ്യ വർഷം ഒന്നും സംഭവിക്കില്ല, രണ്ടാമത്തെ വർഷവും ഒന്നും കാണില്ല. ഇങ്ങനെ 4 വർഷം ഒരു വളർച്ചയും കണ്ണിൽ കാണില്ല. എത്രയോ പേർ ഇത് വളരില്ല, വെറുതെ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു പോകും. എന്നാൽ ആ കർഷകൻ വിശ്വാസത്തോടെ വെള്ളം ഒഴിക്കും. 5ാമത്തെ വർഷം ഒരു അത്ഭുതം സംഭവിക്കും. വെറും 6 ആഴ്ചകൾ കൊണ്ട് ആ മരം 90 അടി ഉയരത്തിൽ ആകാശത്തേക്ക് വളരും. 4 വർഷം അത് വളർന്നില്ലേ?
വളർന്നു. എന്നാൽ പുറത്തല്ല, ഭൂമിക്ക് അടിയിൽ ഇത്രയും വലിയ ഉയരം താങ്ങാൻ ആവശ്യമായ വേരുകൾ അത് ഉണ്ടാക്കുകയായിരുന്നു. നിങ്ങളും ഇത്രയും കാലം പോരാടിയത് വെറുതെയായില്ല. ആ മുളയെപ്പോലെ നിങ്ങളുടെ വേരുകൾ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആകാശത്തെ തൊടുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ വളർച്ച അതിവേഗത്തിലായിരിക്കും. കഴുകൻ ഏകദേശം 70 വർഷം ജീവിക്കാൻ കഴിവുള്ളതാണ്. എന്നാൽ അത് 40 വയസ്സ് എത്തുമ്പോൾ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിന്റെ കൊക്കുകൾ വളഞ്ഞ് പിടിക്കാൻ പ്രയാസമാകും. ചിറകുകൾക്ക് ഭാരം കൂടി. പറക്കാൻ കഴിയില്ല. നഖങ്ങൾ മൂർച്ചയില്ലാത്തതാകും. ഇപ്പോൾ അതിന് 2 വഴികളേയുള്ളൂ. ഒന്ന്, അതുപോലെ ഇരുന്ന് മരിച്ചുപോകുക, അല്ലെങ്കിൽ ഒരു വേദനാജനകമായ മാറ്റം സ്വീകരിച്ച് വീണ്ടും ജീവിക്കുക. അത് ഒരു മലയുടെ മുകളിലേക്ക് പോയി അതിന്റെ കൊക്ക് പാറയിൽ ഇടിച്ചു പൊട്ടിക്കും. പുതിയ കൊക്ക് വളരുന്നത് വരെ കാത്തിരിക്കും. പിന്നീട് പുതിയ കൊക്കുകൊണ്ട് അതിന്റെ പഴയ നഖങ്ങൾ ഓരോന്നായി പറിച്ചെറിയും. പിന്നീട് പുതിയ നഖങ്ങൾ കൊണ്ട് അതിന്റെ പഴയ തൂവലുകൾ പറിച്ചെറിയും. ഈ രക്തവും വേദനയും നിറഞ്ഞ 150 ദിവസങ്ങൾക്ക് ശേഷം അത് പുനരുജ്ജീവിച്ച് വീണ്ടും 30 വർഷം ഗംഭീരമായി ആകാശത്ത് പറക്കും. അതുപോലെ സ്വർണത്തെ തീയിലിട്ടാൽ മാത്രമേ അത് തിളങ്ങുന്ന ആഭരണമായി മാറുകയുള്ളൂ. സുഹൃത്തുക്കളെ, മാറ്റം വേദനിപ്പിക്കും എന്നത് സത്യമാണ്. എന്നാൽ ആ വേദന താൽക്കാലികമാണ്. പഴയ ശീലങ്ങൾ, പഴയ ഓർമ്മകൾ, നെഗറ്റീവ് ചിന്തകൾ എന്നിവയെ കഴുകനെപ്പോലെ പറിച്ചെറിയുക. വേദനിപ്പിക്കുന്നു എന്ന് ഭയന്ന് മാറ്റത്തെ ഒഴിവാക്കരുത്. ആ വേദനയ്ക്ക് ശേഷം ഒരു രാജകീയ ജീവിതം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പ്രപഞ്ചം നിങ്ങളുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 11 മണി 11 മിനിറ്റ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 10 മണി 22 മിനിറ്റ് പോലുള്ള പലപ്പോഴും കാണാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ പാമ്പ്, വെള്ളം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കാണാറുണ്ടോ? പെട്ടെന്ന് ഒരു തൂവൽ നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴാറുണ്ടോ? ഇതൊന്നും യാദൃശ്ചികമല്ല. നിങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന രഹസ്യ ഭാഷകളാണിവ. നിങ്ങളുടെ ഉൾബോധം വളരെ ശക്തി കൂടിയതാണ്. പെട്ടെന്ന് ഒരു ചിന്ത തോന്നും, അതിനെ അവഗണിക്കരുത്. അത് പ്രപഞ്ചം നിങ്ങൾക്ക് അയച്ചു. ഒരുപക്ഷേ അത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ആരെയെങ്കിലും ക്ഷമിക്കാനുള്ള ചിന്തയായിരിക്കാം. അത് ഉടൻ ചെയ്യുക. അവസാനമായി, നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാൻ ഒരു ആഴത്തിലുള്ള കഥ പറയാം. ഒരു വ്യക്തി ഒരിക്കൽ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി കപ്പൽ തകർന്നു. എല്ലാവരും മരിച്ചുപോയി. എന്നാൽ ഇദ്ദേഹം മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട. ആളില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അഭയം തേടി. അദ്ദേഹത്തിന് വളരെ ഭയമായിരുന്നു. ദൈവമേ, എന്നെ രക്ഷിക്കൂ എന്ന ദിവസവും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ആരും അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്നില്ല. വെയിലിലും മഴയിലും കഷ്ടപ്പെട്ട് അദ്ദേഹം ആ ദ്വീപിൽ കിട്ടിയ കമ്പുകളും ഇലകളും വെച്ച് തനിക്കായി ഒരു ചെറിയ കുടിൽ നിർമ്മിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു സുരക്ഷ. ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി. വളരെ നേരം അലഞ്ഞുതിരിഞ്ഞ് വൈകുന്നേരം ക്ഷീണിതനായി തിരിച്ചെത്തി. അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു വലിയ ഞെട്ടലായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ കുടിൽ തീപിടിച്ച് കത്തുകയായിരുന്നു. പുക് ആകാശത്തോളം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ദേഷ്യം തലയ്ക്ക് പിടിച്ചു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി അലറി, ദൈവമേ, നിനക്ക് ദയയില്ലേ? ഞാൻ ഇതിനകം എല്ലാം നഷ്ടപ്പെടുത്തി. എനിക്ക് ബാക്കിയുണ്ടായിരുന്നത് ഈ ഒരു കുടിൽ മാത്രമായിരുന്നു. ഇതും നീ നശിപ്പിച്ചല്ലോ. എന്നെ കൊല്ലാനാണോ നീ തീരുമാനിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് അന്ന് രാത്രി വെറും നിലത്ത് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഒരു വലിയ ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടിയുണർന്നു. എഴുന്നേറ്റു നോക്കിയപ്പോൾ ഒരു വലിയ കപ്പൽ ആ ദ്വീപിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്ഭുതം അടക്കാനായില്ല. കപ്പലിൽ നിന്ന് ഇറങ്ങി വന്നവർ അദ്ദേഹത്തെ രക്ഷിച്ചു. അദ്ദേഹം അവരോട് ചോദിച്ചു, ഞാൻ ഈ ദ്വീപിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന്. അതിന് അവർ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ അയച്ച ആ വലിയ പുക സിഗ്നൽ ഞങ്ങൾ കണ്ടു. ഉടൻ തന്നെ നിങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്നു എന്ന്. ആ മനുഷ്യൻ സ്തബ്ധനായി നിന്നു. അദ്ദേഹം നാശമെന്ന് കരുതിയ ആ കുടിൽ തീയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ച സിഗ്നൽ. അദ്ദേഹം ദൈവത്തെ ശപിച്ച ആ സമയത്ത് ദൈവം അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ നിങ്ങൾ കെട്ടിയ കുടിലുകൾ കത്തിപ്പോകാം. നിങ്ങൾ വിശ്വസിച്ച ബന്ധങ്ങൾ തകരാം. ജോലി നഷ്ടപ്പെടാം. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ
ആ പുക കണ്ടാണ് ഒരു വലിയ കപ്പൽ നിങ്ങളെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം ഒരു വലിയ ലാഭത്തിനുള്ള നിക്ഷേപമാണെന്ന് മറന്നു പോകരുത്. ദൈവം ഒരു വാതിൽ അടച്ചാൽ തീർച്ചയായും മറ്റൊരു വലിയ വാതിൽ തുറക്കും. അതുവരെ ക്ഷമയോടും വിശ്വാസത്തോടും കാത്തിരിക്കുക. ഒരു രാജാവ് തന്റെ മന്ത്രിയോട്, എനിക്കൊരു മോതിരം ഉണ്ടാക്കിത്തരൂ. അതിൽ ഒരു വാചകം ഉണ്ടായിരിക്കണം, ഞാൻ വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ അത് കണ്ടാൽ എനിക്ക് അടക്കം വരണം. ഞാൻ വളരെ ദുഃഖത്തിലായിരിക്കുമ്പോൾ അത് കണ്ടാൽ എനിക്ക് ആശ്വാസം ലഭിക്കണം എന്ന് പറഞ്ഞു മന്ത്രി ഒരു മോതിരം ചേർത്ത് കൊടുത്തു. അതിൽ എന്താണ് എഴുതിയിരുന്നത് എന്നറിയാമോ? ഇതും കടന്നു പോകും എന്നത് തന്നെ. അതേ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒന്നും സ്ഥിരമല്ല, അവയും കടന്നു പോകും. എന്നാൽ വരാനിരിക്കുന്ന സന്തോഷം സ്ഥിരമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഇരുട്ട് എന്നത് പ്രഭാതത്തിനുള്ള സൂചന മാത്രമാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് 3 തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകാൻ കാത്തു നിൽക്കുന്നു. ഒന്നാമത്തേത് മനസ്സമാധാനം. അലയുന്ന മനസ്സ് അടങ്ങി ആഴത്തിലുള്ള ശാന്തത നിങ്ങൾ അനുഭവിക്കും. രണ്ടാമത്തേത് സാമ്പത്തിക സ്വാതന്ത്ര്യം. പണത്തെ തേടി നിങ്ങൾ ഓടിയേ കാലം അവസാനിച്ചു. പണം നിങ്ങളെ തേടി വരുന്ന കാലമാണിത്. മൂന്നാമത്തേത് യഥാർത്ഥ സ്നേഹം. വ്യാജബന്ധങ്ങൾ അകന്ന് നിങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇനി എല്ലാ ദിവസവും രാവിലെ ഉണർന്നയുടൻ ഒരു നിമിഷം കണ്ണടച്ച് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഞാൻ വിജയിയാണ്, ഞാൻ സന്തോഷവാനാണ്, എനിക്ക് എല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കുക. നന്ദി എന്ന വികാരമാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ. നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നുവോ അത്രത്തോളം നന്മകൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. പ്രപഞ്ചം നിങ്ങളുടെ കൈ മുറുകെ പിടിച്ച് കഴിഞ്ഞു. നിങ്ങൾ ഒറ്റക്കല്ല, കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ചലിപ്പിക്കുന്ന ആ മഹത്തായ ശക്തി നിങ്ങൾക്ക് തുണയായി ഉണ്ട്. നിങ്ങൾ വിഷമിക്കുന്നത് നിർത്തി ജീവിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ വസന്ത കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങൾ സുവർണ ദിനങ്ങളാണ്. പ്രതീക്ഷയോടെ ഇരിക്കുക, അത്ഭുതം സംഭവിക്കും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സഹായകമായേക്കാവുന്നതിനാൽ അവരുമായും പങ്കുവെക്കുക. കൂടാതെ ഇതുപോലുള്ള ആത്മീയവും പ്രതീക്ഷ നൽകുന്നതുമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വിശ്വാസം പ്രപഞ്ചത്തിന് വെളിപ്പെടുത്തുന്നതിനായി താഴെയുള്ള കമന്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു പോസിറ്റീവായ വിത്ത് വിതയ്ക്കും. നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾ പറയുന്ന ആ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. ജീവിതം സമ്പന്നമാകട്ടെ. നന്ദി. സുഹൃത്തുക്കളെ, ഈ നിമിഷത്തിൽ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ അത് യാദൃശ്ചികമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും നിരാശകളും ഓൾ ഓഫ് റൂളിന് ഇന്ന് ഒരു അർത്ഥം കണ്ടെത്താൻ പോകുന്നു. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒന്നും പാഴായിട്ടില്ല. നിങ്ങൾ കരഞ്ഞ ഓരോ നിമിഷവും, നിങ്ങൾ സഹിച്ച ഓരോ വേദനയും, നിങ്ങൾ അനുഭവിച്ച ഓരോ പരാജയവും, അവയെല്ലാം ചേർന്ന് നിങ്ങളെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് പ്രപഞ്ചം നിങ്ങളോട് ഒരു സന്ദേശം പറയുന്നു. നീ ഇനി ഒരിക്കലും പഴയ മനുഷ്യനായി ഇരിക്കില്ല. ഇതുവരെ നിങ്ങൾ ഇരുട്ടിൽ വഴിതെറ്റി നടന്നിരുന്നെങ്കിൽ ഇനി നിങ്ങൾ പ്രകാശത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ആ പ്രകാശം മറ്റൊരാളുടെ ജീവിതത്തിലേക്കല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് വരുന്നത്. ഒരു കാര്യം ഓർക്കൂ, ഇരുട്ട് എത്ര ഗാഢമായാലും പ്രഭാതം ഉറപ്പാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥ നിങ്ങളുടെ അവസാനമല്ല, ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ ആദ്യപടിയാണ്. നിങ്ങൾ വിചാരിച്ചേക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? ദൈവം ഏറ്റവും ശക്തരായ ആളുകളെയാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്നത്. ഒരു വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിടുമ്പോൾ അത് മരിച്ചുവെന്ന് തോന്നാം, പക്ഷേ അത് മരിച്ചിട്ടില്ല, അത് വളരുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വേദനയും, ഓരോ തടസ്സവും, ഓരോ നിരാശയും, ഇവയെല്ലാം നിങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക വ്യക്തി കടന്നുവരാൻ പോകുന്നു. ആ വ്യക്തി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഒരു മറുപടി ആ വ്യക്തിയാകും. അത് ഒരു സുഹൃത്തായിരിക്കാം, അത് ഒരു ജീവിത പങ്കാളിയായിരിക്കാം, അത് ഒരു ഗുരുവായിരിക്കാം. എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ നീക്കി പുതിയ ഒരു പ്രകാശം നൽകാൻ പോകുന്നു. ഇത് ഒരു സാധാരണ കൂടിക്കാഴ്ചയല്ല,
ഇത് ദൈവം നിശ്ചയിച്ച ഒരു ദിവ്യ സംഗമമാണ്. നിങ്ങൾ ആ വ്യക്തിയെ തേടി പോകേണ്ടതില്ല, ആ വ്യക്തി നിങ്ങളെ തേടിയെത്തും. ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ രീതിയിൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം മാത്രമാണ്: വിശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായത് പോലും സാധ്യമാകും. വിശ്വാസം ഇല്ലെങ്കിൽ സാധ്യമായതും അസാധ്യമാകും. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ ഭക്ഷണം കൊടുക്കരുത്. അവയെ വിട്ടുകളയുക. പകരം പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. ഓർക്കുക, നിങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ അല്ല. നിങ്ങൾക്കുള്ളിൽ അസാധാരണമായ ശക്തിയുണ്ട്. നിങ്ങൾക്ക് അത് ഇപ്പോഴും അറിയില്ലെങ്കിൽ പോലും അത് അവിടെ തന്നെയുണ്ട്. ഒരു സിംഹം ആടുകളുടെ കൂട്ടത്തിൽ വളർന്നാൽ അത് തന്നെ ഒരു ആടാണെന്ന് കരുതും. പക്ഷേ ഒരിക്കൽ അത് തന്റെ യഥാർത്ഥ രൂപം കാണുമ്പോൾ അത് ഗർജിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാനുള്ള സമയമാണ് ഇത്. ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ പിന്നോട്ട് നോക്കേണ്ടതില്ല. ഇനി നിങ്ങൾ മുന്നോട്ട് മാത്രം പോകണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഉടൻ മാറും. നിങ്ങളുടെ മുന്നിൽ പുതിയ അവസരങ്ങൾ തുറക്കും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ അനുഗ്രഹങ്ങൾ വരാനിരിക്കുന്നു: മനഃശാന്തി, സാമ്പത്തിക പുരോഗതി, യഥാർത്ഥ സ്നേഹം. ഇവയെല്ലാം നിങ്ങളെ തേടിയെത്താൻ തയ്യാറായി നിൽക്കുന്നു. ഇനി ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക. ഒരു നിമിഷം കണ്ണടച്ച് പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഞാൻ വിജയിയാണ്. ഞാൻ സന്തോഷവാനാണ്. എനിക്ക് എല്ലാം ലഭിച്ചു. ഇത് വിശ്വസിക്കുക. ഇത് അനുഭവിക്കുക. നന്ദി പറയുന്ന ഹൃദയത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തും. ഇനി നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ സ്വർണ്ണകാലം ആയിരിക്കും. ഇനി നിങ്ങൾ അനുഭവിക്കുന്നത് സന്തോഷം ആയിരിക്കും. ഇനി നിങ്ങളുടെ ജീവിതം ഒരു പ്രചോദനമായിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. കാരണം അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. നന്ദി പ്രപഞ്ചമേ.